എല്ലാവരും കയറുന്ന സാധനമല്ലേ രജിഷയോട് എന്തെങ്കിലും പറയാനുണ്ടോ പടം കണ്ടവർക്ക്? ഒരു ടീം ഡിസ്കഷനിലൂടെ ബേസിക്കലി നമ്മളുടെ ജോലി മാത്രം ചെയ്യാതെ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങി ചെന്ന് ചെയ്യാനുള്ള ഒരു സ്പേസ് പ്രശാന്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റും കൂടെ ആയതുകൊണ്ട് ഇത് ഭയങ്കര ഇതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ പുറത്ത് വരണം ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ടായിരുന്നു നമ്മൾ എല്ലാവരുടെ ഭാഗത്തുനിന്ന് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പ്രയാഗാണത്തിലെ പിന്നെ കോസ്റ്റ്യൂം ഡിസൈനർ പലപ്പോഴും എനിക്ക് തോന്നുന്നു ആക്ടേഴ്സിനെ മാത്രം ആണല്ലോ നിങ്ങളും വന്ന് കവർ ചെയ്യാറ്. പക്ഷെ നമ്മളൊക്കെ ജസ്റ്റ് അഭിനയിക്കാൻ മാത്രമാണ്. ഇവരാണ് ആക്ച്വലി പറഞ്ഞതിൻ്റെ മെജോറിറ്റി ഓഫ് ദ വർക്ക് ചെയ്യുന്നത് ഡേ ഇൻ ആൻഡ് ഡേ നൈറ്റ്. ഇഷാന്ത് എൻ്റെ അടുത്ത് വന്ന് ആദ്യമായിട്ട് കഥ പറഞ്ഞപ്പം ഇതെങ്ങനെ വരും, കാരണം നമ്മളിപ്പം ഇതിൻ്റെ ഒരു കഥ കേൾക്കണം എന്നൊക്കെ മനസ്സിലായില്ല, നമ്മളിത് എങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നറിയില്ല. അതിന് ഇത്രയും നമ്മൾ വിചാരിച്ച കൃഷാന്തിന്റെ മനസ്സിലുള്ള ഇമേജ് ഇതുപോലെ തന്നെ എടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി ബാക്കി എല്ലാം കഥ കേൾക്കുമ്പോൾ എങ്ങനെ അതിന്റെ ഒരു സ്പീഡ് മനസ്സിലാവുന്നുണ്ടായിരുന്നോ? അതിന്റെ ഒരു ഫാസ്റ്റ് കാര്യങ്ങൾ, ഡയറക്ഷന്റെ ഒരു മോഡ്, കുറെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെയില്ല, ഞാൻ പറഞ്ഞു ഫൈനലി ഇത് വന്നപ്പം ഒരു അഭിനയിച്ച ഒരാളെന്ന നിലയിലല്ല ഞാൻ പറഞ്ഞത്, ഓഡിയൻസ് ആയിട്ട് തന്നെ ഇത് ഇങ്ങനെ തന്നെ വന്നല്ലോ എന്നുള്ളതിൽ ഭയങ്കര സന്തോഷം. ഡെഫിനറ്റ്ലി. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര പ്രൗഡാണ്. മലയാള സിനിമ എന്നാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സൈബർ പങ്ക് സ്പേസിൽ ഒരു പടം വരുന്നു എന്നുള്ളതിൽ നമുക്ക് ആവാൻ പറ്റിയത്. ആ ഒരു മോഡ് കുറെ പേരുണ്ട് ഇവിടെ. മെയിൻ പ്ലെയർ ഇതാണ്. ഉണ്ട്, മീഡിയ ഉണ്ട്, ഡോട്ട് ഉണ്ട്, ആൾക്കാർ നല്ല ഗുഡ് റെസ്പോൺസ് ആകുമ്പോൾ നല്ല ഹാപ്പിയാണ്. മലയാളത്തിൽ ഇതുവരെ പോകാത്ത ടൈപ്പ് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. നിരഞ്ജൻ ചിരിക്കാനുള്ള സിനിമയാണ്, ഇത് ചിന്തിക്കാനുള്ള ഒരു സിനിമയാണ്. ഫ്യൂച്ചർ എങ്ങനെയൊക്കെ ആയിരിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ടൈപ്പ്. വണ്ടർഫുൾ. എല്ലാവരും കാണുന്നത് കണ്ടോ? എല്ലാവരും തീർച്ചയായിട്ടും കാണുന്നത് തിയേറ്റർ മസ്റ്റ് തിയേറ്റർ വാച്ച് എൻജോയ് കിട്ടില്ല. അടിപൊളി പടം, അടിപൊളി പടം. ഫസ്റ്റ് ടൈം കണ്ടതിനേക്കാൾ കൂടുതൽ ലെയർ ഇന്നത്തെ ദിവസം കണ്ടപ്പോൾ കിട്ടി. നമുക്ക് ഒത്തിരി ചിരിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്. ആൻഡ് പെർഫോമൻസ് അമേസിംഗ് ആണ്. ബ്രില്യൻസ്. അതേ പറയാൻ
കാണാൻ അതിമനോഹരം, അതിസുന്ദരം ആൻഡ് പെർഫോമൻസ് അടിപൊളി. അതെ. സ്വിച്ചിങ് നല്ല രസം. എനിക്ക് തോന്നുന്നു ഒരു ആക്ട്രസിന് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറയുന്നത്, ഇത്രയും പെർഫോം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. അത് ഏറ്റവും നന്നായിട്ടാണ് ചെയ്തിട്ടുണ്ട്. രജിഷ് മാത്രമല്ല, ആൻഡ് നീരജ് മണിരാജ്, ശാന്തിനി, എവരിബഡി എല്ലാവരും സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്നിനൊന്നിനൊന്നിനൊന്നിനും മെച്ചം. സോ എവരിബഡി ഷുഡ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ക്ലൈമാക്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഗൂസ്ബംസ് ആണ്. ലൈക്ക് നമ്മളിങ്ങനെ ചിരിപ്പിച്ചുകൊണ്ട് സിനിമ തുടങ്ങിയിട്ട് ആ ക്ലൈമാക്സിലെത്തുമ്പോൾ നമുക്കൊരു പെയിനും കൂടെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട് ഉള്ളിൽ. അതാണ് ഇതിനകത്ത് ഏറ്റവും രസമുള്ളൊരു കാര്യം. ഒരു എന്താ പറയാ, 2046 ഒരു പോർട്ട് പോലും എങ്ങനെയായിരിക്കും നമുക്ക് ഓർക്കുന്ന ചിരി വരും. പക്ഷെ എന്തെങ്കിലും നമുക്കൊരു വെയിറ്റും ഉണ്ട് മനസ്സിൽ. സോ ഇറ്റ്സ് അമേസിംഗ്. ഈ 2040 ജഡ്ജൊക്കെ ഇതുപോലെ ആയിരിക്കുമോ? അതെ, അതാണ് 2046 ജഡ്ജ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് വന്ന് കാണണം. രസമുള്ള എല്ലാവരും നമ്മുടെ രജിഷൊക്കെ തകർത്ത് അഭിനയിച്ചേക്കാണ്. ദിവ്യപ്രഭ എങ്ങനെയുണ്ടായിരുന്നു? രജീഷാണ് എല്ലാവരും വളരെ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ടെക്നിക്കലി ഭയങ്കര അടിപൊളിയാണ്. എല്ലാവരും തിയേറ്റർ വാച്ചാണ്, മസ്റ്റ് ആൻഡ് തിയേറ്റർ വാച്ചാണ്. നമ്മൾ തന്നെ ഒന്ന് കാണുന്നത്. ശാന്തിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് മുന്നേ ചെയ്ത സംഘർഷഘടന കുറച്ച് തിയേറ്ററിലുണ്ടായിരുന്നു. പക്ഷേ ഇത് ഫസ്റ്റ് ടൈം ആണ് താങ്ക് യു.